നമ്മളിന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത് കോട്ടയം ജില്ലയിലെ പുതുപ്പള്ളി നിയമസഭാ മണ്ഡലത്തെക്കുറിച്ചാണ്. വലിയ സസ്പെൻസ് ഒന്നും ഇല്ലാത്തൊരു തിരഞ്ഞെടുപ്പ് പോലെ ആയിരിക്കും ഇത്തവണ പുതുപ്പള്ളിയിൽ നിന്നുണ്ടാകുക. പുതുപ്പള്ളിയുടെ ഒരു ചരിത്രം നോക്കുകയാണെങ്കിൽ 1970 മുതൽ ഏറെക്കുറെ 53 വർഷത്തോളം ഉമ്മൻചാണ്ടി അടക്കിവാണ ഒരു മണ്ഡലമാണ് പുതുപ്പള്ളി. ഉമ്മൻചാണ്ടിക്ക് പറ്റിയ ഒരു എതിരാളി പോലും ഇല്ലാതിരുന്നൊരു മണ്ഡലം. ഉമ്മൻചാണ്ടി എന്ന ഒരു രാഷ്ട്രീയ നേതാവിൻ്റെ വളർച്ച സംസ്ഥാനത്തെ ഏറ്റവും മികച്ചൊരു നേതാവായിട്ട് വളർന്നു വന്നൊരു മണ്ഡലമാണ് പുതുപ്പള്ളി എന്ന് പറയുന്നത്. അത്രയും ഒരു ഉമ്മൻചാണ്ടിക്ക് സ്വീകാര്യതയുള്ള, അല്ലെങ്കിൽ കോൺഗ്രസിന് സ്വീകാര്യതയുള്ള, UDF സ്വീകാര്യതയുള്ള ഒരു മണ്ഡലമാണ് പുതുപ്പള്ളി എന്ന് പറയുന്നത്. ഇത്തവണ പുതുപ്പള്ളിയിൽ UDF സ്ഥാനാർത്ഥിയായിട്ട് വരുന്നത് ചാണ്ടി ഉമ്മനാണ്. അതുപോലെ തന്നെ നമ്മൾ LDF വരുമ്പോൾ KM രാധാകൃഷ്ണൻ വരുന്നുണ്ട്. BJP സ്ഥാനാർത്ഥിയായി രവീന്ദ്രനാഥ് വാഗത്താനവും വരുന്നുണ്ട്. മികച്ച സ്ഥാനാർത്ഥികളാണ് ഇരുവരെങ്കിലും അവിടെ ഉമ്മൻചാണ്ടി ഫാക്ടർ ഇപ്പോഴും നിലവിലുണ്ട്. ആ ഉമ്മൻചാണ്ടി ഫാക്ടർ തന്നെയായിരിക്കും ചാണ്ടി ഉമ്മനിലൂടെ ഇത്തവണയും പ്രതിഫലിക്കാൻ പോകും. ഇത്തവണത്തെ ഒരു തെരഞ്ഞെടുപ്പ് ഫലം എന്ന് പറയുമ്പോൾ നമ്മളത് ചാണ്ടി ഉമ്മൻ എത്രത്തോളം വോട്ട് കിട്ടും എന്നുള്ള ഒരു സസ്പെൻസ് മാത്രമാണ് നിലവിലുള്ളത്. ഇപ്പം കോട്ടയം താലൂക്കിൽ അകലക്കുന്നം, അയർക്കുന്നം, കൂരപ്പട, മണർകാട്, മീനടം, പാമ്പാടി, പുതുപ്പള്ളി എന്നീ പഞ്ചായത്തുകളും ചങ്ങനാശ്ശേരി താലൂക്കിൽ ഉൾപ്പെട്ട വാകത്താനം എന്ന പഞ്ചായത്തും ചേർന്ന നിയമസഭാ മണ്ഡലമാണ് പുതുപ്പള്ളി. ഈ പഞ്ചായത്തുകളിലാണെങ്കിലും ഈ പ്രദേശങ്ങളിലാണെങ്കിലും UDF ശക്തമായ മേൽക്കോയ്മയുള്ള ഒരു പ്രദേശമാണ്. അങ്ങനെ ഒരു സാഹചര്യത്തിലാണ് ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിന് ശേഷം ഈ നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുന്നത്. ഈ സാഹചര്യത്തിൽ നമുക്ക് ഈ ചാണ്ടി ഉമ്മന്റെ ഭൂരിപക്ഷം എത്രയാകും എന്നുള്ള കാര്യത്തിലാണ് നമുക്ക് അറിയാനുള്ളത്. നമുക്ക് രാഷ്ട്രീയത്തിൽ പ്രവചനങ്ങൾ സാധ്യമല്ല എന്ന് പറയേണ്ടി വരും. രാഷ്ട്രീയത്തിൽ ഒരിക്കലും അത് പ്രവചിക്കാൻ വേണ്ടി പറ്റില്ല, അടിയൊഴുക്കുകൾ നമുക്ക് വിലയിരുത്താൻ പറ്റില്ല അറിയാം. പക്ഷേ പുതുപ്പള്ളിയിലേക്ക് എത്തുമ്പോൾ നമുക്ക് ഇപ്പം ഇത്തവണ കൂടി ഒരു സംശയമില്ലാണ്ട് ചോദിക്കാൻ വേണ്ടി പറ്റും, ചാണ്ടി ഉമ്മന് ഭൂരിപക്ഷം ഉയർത്താനാകുമോ അല്ല ഭൂരിപക്ഷം കുറയുമോ? ഈ ഒരു ചോദ്യം മാത്രമേ പുതുപ്പള്ളിയിലുള്ളൂ. പുതുപ്പള്ളിയുടെ അടുത്ത MLA ആയിട്ട് ആരായിരിക്കും എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല. ഉമ്മൻചാണ്ടിക്ക് ശേഷം ചാണ്ടി ഉമ്മൻ വരുന്നു. ഉമ്മൻചാണ്ടി ഇല്ലാത്ത ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പ് ഘട്ടത്തിലേക്കാണ് കേരളം പോകുന്നതാണ് ഏറ്റവും വലിയ കാര്യം. പുതുപ്പള്ളിയിൽ ഇപ്പോൾ തെരഞ്ഞെടുപ്പ് നടന്നു, അതിനുശേഷം വീണ്ടും തെരഞ്ഞെടുപ്പ് വരുന്നു. പക്ഷേ സംസ്ഥാന രാഷ്ട്രീയത്തിൽ ഉമ്മൻചാണ്ടി ഇല്ലാത്ത ആദ്യത്തെ തെരഞ്ഞെടുപ്പാണ്. ഉമ്മൻചാണ്ടിയുടെ ഒരു വികാരം അതിപ്പോൾ നമുക്കറിയാം. ഉമ്മൻചാണ്ടിയുടെ കല്ലറയിലേക്ക് ഇപ്പോഴും സ്ഥാനാർത്ഥികളെല്ലാം പ്രഖ്യാപനം വരുന്നതിന് മുമ്പ് പിന്നെ സീറ്റ് ലഭിക്കുന്ന സൂചനയിലായ ആൾക്കാർ പോയി ഒന്ന് പ്രഖ്യാപനം വന്നതിന് ശേഷം പത്രിക സമർപ്പിക്കുന്നതിന് മുമ്പ് അല്ലെങ്കിൽ പ്രചാരണം തുടങ്ങുന്നതിന് മുമ്പ് ഉമ്മൻചാണ്ടിയുടെ കുടുംബത്തെ കാണാനും കല്ലറ കാണാനും നേതാക്കൾ എത്തുന്നതൊക്കെ നമ്മൾ കണ്ടു. അപ്പം ഉമ്മൻചാണ്ടിയിലെ ആദ്യത്തെ തെരഞ്ഞെടുപ്പിലേക്ക് പുതുപ്പള്ളി എത്തുന്നു. പുതുപ്പള്ളിയിൽ ചാണ്ടി ഉമ്മൻ തന്നെ രണ്ടാമത്തെ മത്സരത്തിന് തയ്യാറെടുക്കുന്നു. 37,000 ഭൂരിപക്ഷമാണ് ഉപതെരഞ്ഞെടുപ്പിൽ പുതുപ്പള്ളി ലഭിച്ചത്. നമ്മളിപ്പം പറഞ്ഞു പുതുപ്പള്ളി എന്നും ഉമ്മൻചാണ്ടിക്ക് വലിയൊരു ആശങ്കയില്ല ഉണ്ടായ മണ്ഡലമല്ല എന്ന് പറഞ്ഞു. പക്ഷേ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ 2021 ജെയ്ക് സി തോമസ് ശക്തമായൊരു മത്സരം കാഴ്ചവെച്ചിരുന്നു. 10,000 താഴേക്ക് ഭൂരിപക്ഷം കുറക്കാൻ വേണ്ടി പറ്റി. ഉമ്മൻചാണ്ടിയുടെ ഭൂരിപക്ഷം കുറക്കാൻ വേണ്ടി പറ്റി. അത് ഈ പറഞ്ഞ പോലെ തന്നെ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ആദ്യമായിട്ട് പുതുപ്പള്ളി LDF പിടിച്ച തെരഞ്ഞെടുപ്പായിരുന്നു 2020 നടന്ന തദ്ദേശ തെരഞ്ഞെടുപ്പ്. അതിനുശേഷം നടന്ന 2021 ഉമ്മൻചാണ്ടിയുടെ ഭൂരിപക്ഷത്തിൽ ശക്തമായ മത്സരം പറയാമെങ്കിലും 9,000 പരം ഭൂരിപക്ഷം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നത്. എങ്കിൽ കൂടി ഉമ്മൻചാണ്ടിയോട് 10,000 താഴേക്ക് ഭൂരിപക്ഷം കൊണ്ടുവരാൻ വേണ്ടി പറ്റിയ തെരഞ്ഞെടുപ്പായിരുന്നു. അതിനുശേഷം ഉപതെരഞ്ഞെടുപ്പ് വന്നപ്പോൾ അത് സംശയമില്ലാത്തൊരു തെരഞ്ഞെടുപ്പായിരുന്നു. പുതുപ്പള്ളിയിൽ ഉമ്മൻചാണ്ടിയുടെ മകനാണ് എന്ന് പറയുമ്പോൾ തന്നെ ദേശീയ രാഷ്ട്രീയത്തിൽ യൂത്ത് കോൺഗ്രസിന്റെ രാഷ്ട്രീയത്തിൽ തിളങ്ങി നിന്നിരുന്ന ഒരു IT സെൽ ഔട്ട്റീച്ച് സെല്ലിന്റെ തലവനായിട്ടൊക്കെ നിറഞ്ഞു വന്നൊരു നേതാവാണ് ചാണ്ടി ഉമ്മൻ. അല്ലാതെ മക്കൾ രാഷ്ട്രീയം കളിച്ചു വന്നൊരു ആൾ മാത്രം എന്ന് പറയേണ്ടതില്ല. അപ്പം അങ്ങനെ ഒരു നേതാവ് വളർന്നു വരുന്നു. അദ്ദേഹത്തിന് 37,000 മുകളിൽ ഭൂരിപക്ഷം ലഭിക്കുന്നു. ഇത്തവണത്തേക്ക് എത്തുമ്പം ഈ പറഞ്ഞ ചാണ്ടി ഉമ്മന് വീണ്ടും അനുകൂലമാവുന്നത് ആ പുതുപ്പള്ളി പഞ്ചായത്ത് ഉൾപ്പെടെ തിരിച്ചു പിടിച്ചിട്ടാണ് UDF തെരഞ്ഞെടുപ്പിൽ ഇറങ്ങുന്നത്. എനിക്കൊന്ന് കഴിഞ്ഞ പ്രാവശ്യം 11 സീറ്റായിരുന്നു 2020 LDF പിടിച്ചത്. ഇപ്രാവശ്യം പുതുപ്പള്ളിയിൽ 19 14 വാർഡും ജയിച്ചിട്ടാണ് UDF കോൺഗ്രസ് അവിടെ ഇപ്പോൾ പഞ്ചായത്ത് ഭരണം തിരിച്ചു പിടിച്ചത്. അപ്പോൾ 2ഇടത്തേക്ക് LDF ഒതുങ്ങുന്നു, 3ഇടത്ത് NDA കിട്ടുന്നു. അങ്ങനെ പുതുപ്പള്ളി ഉൾപ്പെടെയുള്ള തദ്ദേശ സ്ഥാപനങ്ങളൊക്കെ വലിയ ഈ പറഞ്ഞ 8-7 പഞ്ചായത്തുകളിൽ ഒറ്റ പഞ്ചായത്ത് മാത്രം കൂരപ്പട മാത്രമാണ് LDF-നൊപ്പം ഉള്ളത്. ബാക്കിയെല്ലാം UDF കോട്ടകളായിട്ട് തന്നെ നിൽക്കുകയാണ്. അപ്പം അങ്ങനെ ഒരു സാഹചര്യത്തിൽ മറ്റൊന്നും കൂടെ ചിന്തിക്കാനില്ല. നമുക്കിപ്പം ഇനിയും നമ്മൾ പറയേണ്ടത് 37,000 കൂടുമോ, അതും കൂടുമോ, കടന്നും ഭൂരിപക്ഷം പോകുമോ? നമ്മളിപ്പം കണ്ണൂരൊക്കെ അല്ലെങ്കിൽ മലബാറിലൊക്കെ CPM കോട്ടകളിൽ 40,000 മുകളിലോ 50,000 മുകളിലൊക്കെ ഭൂരിപക്ഷം ഒട്ടനവധി മണ്ഡലങ്ങളുണ്ട്. ഇവിടേക്ക് വരുമ്പോൾ അത് അതേപോലെ തന്നെ ഒരു കോട്ടയായിട്ട് UDF കോട്ടയായിട്ട് കോൺഗ്രസിൻ്റെ കോട്ടയായിട്ട് നിൽക്കുന്ന മണ്ഡലമാണ്. അപ്പം ചാണ്ടി ഉമ്മന് ഭൂരിപക്ഷം എത്രത്തോളം ഉയർത്താൻ പറ്റും എന്നാണ് നമ്മൾ നോക്കേണ്ടത്. ചാണ്ടി ഉമ്മൻ്റെ ഭൂരിപക്ഷത്തിൻ്റെ കാര്യം പറയുമ്പോൾ അതിനിപ്പോൾ ലജ്യം പറഞ്ഞ പോലെ തന്നെ ആ കണക്ക് പറയുമ്പോൾ ഒരു കാര്യമുണ്ട്. അതായത് ഉപതെരഞ്ഞെടുപ്പിൽ ചാണ്ടി ഉമ്മൻ്റെ ഭൂരിപക്ഷം വരുന്നു. അതായത് 37,719 വോട്ടാണ് അദ്ദേഹം നേടിയത്. 2011 ഉമ്മൻചാണ്ടി നേടിയ 33,255 വോട്ടിന്റെ ഭൂരിപക്ഷമാണ് ചാണ്ടി ഉമ്മൻ 2023 മറികടക്കുന്നത്. ഇത് 2023 അദ്ദേഹം നേടിയ വോട്ടെന്ന് പറയുന്നത്
80,144 വോട്ടുകളാണ് ചാണ്ടി ഉമ്മൻ നേടിയത്. അന്നത്തെ LDF സ്ഥാനാർത്ഥിയായിട്ടുണ്ടായിരുന്ന ജയ്ക്ക് നേടിയത് 42,425 വോട്ടുകളാണ്. അന്ന് BJP സ്ഥാനാർത്ഥി ലിജിൻ ലാലാണ്. അദ്ദേഹം നേടിയത് 6,558 വോട്ടാണ് നേടിയത്. അപ്പോൾ നമ്മൾ അതുപോലെ തന്നെ നമ്മൾ നോക്കും വേറൊരു കാര്യം എന്ന് പറയുമ്പോൾ 2011 മുതലുള്ള കണക്ക് നോക്കുമ്പോൾ 2011 ഉമ്മൻചാണ്ടിക്ക് ലഭിച്ചെന്ന് പറയുമ്പോൾ 69,922 വോട്ടുകൾ ഉമ്മൻചാണ്ടിക്ക് നേടാൻ സാധിച്ചിട്ടുണ്ട്. അന്ന് CPM സ്ഥാനാർത്ഥി സുജാ സൂസൻ ജോർജ് ആണ്. അവർക്ക് 36,667 വോട്ടുകളാണ് നേടാൻ സാധിച്ചത്. BJP സ്ഥാനാർത്ഥിക്ക് ലഭിച്ച 6,679 വോട്ടുകളാണ്. നമ്മൾ 2016 വരുമ്പോഴത്തേക്കും അന്ന് ഉമ്മൻചാണ്ടിക്ക് ലഭിച്ച 71,597 വോട്ടുകളാണ്. CPM സ്ഥാനാർത്ഥി എന്ന ജയ്ക്കാണ്. ജയ്ക്ക് മത്സരരംഗത്തേക്ക് വരുന്ന സമയമാണ്. അദ്ദേഹം നേടി 44,505 വോട്ടുകൾ നേടുന്നുണ്ട്. BJP സ്ഥാനാർത്ഥി എന്ന ജോർജ് കുര്യനാണ്. അദ്ദേഹത്തിന് 15,993 വോട്ട് നേടിയിട്ടുണ്ട്. പിന്നെ നമ്മൾ 2021 തെരഞ്ഞെടുപ്പ് എന്ന് പറയുമ്പോഴത്തേക്കും നമുക്കറിയാം സോളാർ കേസ് പോലുള്ള വിവാദങ്ങളൊക്കെ അതിനുശേഷം നടക്കുന്ന നിർണായക തെരഞ്ഞെടുപ്പായിരുന്നു. ഉമ്മൻചാണ്ടിയെ സംബന്ധിച്ച് അദ്ദേഹം ഏറ്റവും വെല്ലുവിളി നേരിട്ടൊരു തെരഞ്ഞെടുപ്പായിരുന്നു. കോൺഗ്രസിൽ നിന്നും UDF-ൽ നിന്നും പോലും അദ്ദേഹത്തിന് സമ്മതം നേരിട്ടത് തെരഞ്ഞെടുപ്പായിരുന്നു. അന്നാണ് അദ്ദേഹത്തിന് ആ ഘട്ടത്തിൽ പോലും അദ്ദേഹത്തിന് 63,372 വോട്ട് നേടാൻ സാധിച്ചിട്ടുണ്ട്. പക്ഷെ നമ്മളപ്പോൾ മുമ്പ് ലജിൻ പറഞ്ഞ പോലെ അന്നത്തെ CPM സ്ഥാനാർത്ഥിയായിട്ട് വന്ന് ജയിക്ക് പിടിച്ച വോട്ടുകളാണ് 54,328 വോട്ട്. കെട്ടടങ്ങിയിട്ടുണ്ട്. 2016 അത്. അതിനുശേഷം തുടർഭരണത്തിന് തെരഞ്ഞെടുപ്പായിരുന്നു. അതെ, പക്ഷെ അപ്പോഴും നമ്മൾ നോക്കുമ്പോൾ അതിന് മുമ്പ് നടന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിൽ അവിടെ ഒരു മാറ്റം സംഭവിച്ചിട്ട് അന്ന് BJP സ്ഥാനാർത്ഥിയായിട്ടുള്ള N ഹരിയാണ്. അദ്ദേഹം നേടിയത് 11,694 വോട്ടുകളാണ് നേടി. നമ്മൾ അവിടുന്ന് നമ്മളിപ്പോൾ 2023 നമ്മൾ വരുമ്പോൾ നമ്മൾ കണക്കിപ്പോൾ നമ്മൾ പറഞ്ഞു. ഇപ്പം ഈ 2026 വരുമ്പോൾ ചാണ്ടി ഉമ്മന് ആദ്യമായിട്ട് ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പിനെ അദ്ദേഹം നേരിടാൻ പോവുകയാണ്. ഫുൾ ടൈമിലേക്ക് വരണം. അപ്പോഴത്തേക്ക് അദ്ദേഹത്തിനെ സംബന്ധിച്ചൊരു നിർണായക തെരഞ്ഞെടുപ്പാണ്. ഇപ്പം മുമ്പ് ലജിൻ പറഞ്ഞ പോലെ എത്രത്തോളം വോട്ട് നേടാൻ പറ്റുമെന്നുള്ളതാണ്. ചാണ്ടി ഉമ്മനെ സംബന്ധിച്ച് അദ്ദേഹത്തിന് കുറച്ച് കാര്യങ്ങൾ തെളിയിക്കാനുണ്ട്. അദ്ദേഹത്തിന് പലപ്പോഴും കോൺഗ്രസിൽ നിന്ന് UDF-ൽ നിന്നും കിട്ടേണ്ട ഒരു പരിഗണന ലഭിക്കുന്നില്ല. അത് പരസ്യമായിട്ടൊരു കാര്യമാണ്. ഇത്തവണ എത്രത്തോളം വോട്ട് നേടി അദ്ദേഹത്തിന് ഈ തന്റെ ഒരു വ്യക്തിപ്രഭാവം ഈ UDF-നെയും കോൺഗ്രസിനെയും കാണിച്ചു കൊടുക്കാൻ പറ്റും. തെളിയിക്കാനുള്ളത് ഈ പറഞ്ഞ പോലെ LDF-നോട് BJP-യോട് മാത്രമല്ല കോൺഗ്രസിനോടും കൂടി കാണിക്കാനുണ്ട്. കാരണം ഈ പിന്നെ എനിക്ക് ഒരു പരിധി എനിക്ക് തോന്നുന്നു ഉമ്മൻചാണ്ടിയുടെ മകനായത് കൊണ്ടാണോ അദ്ദേഹത്തിന് ആ പരിഗണന ലഭിക്കാത്തതിന് സംശയമുണ്ട്. കാരണം ഇതിനു മുന്നേയൊക്കെ നല്ല രീതിയിൽ ഈ പറഞ്ഞു പ്രവർത്തിച്ച് വരുന്ന സ്ഥാനത്തും ഇപ്പോഴും നല്ല മണ്ഡലത്തിൽ ജനകീയനായിട്ട് തന്നെ പിന്നെ ഉമ്മൻചാണ്ടിയോളം എത്തുന്നു നമുക്ക് പറയാൻ വേണ്ടി പറ്റില്ല. ഒരിക്കലും അങ്ങനെ പറയാൻ വേണ്ടി പറ്റില്ല. ഉമ്മൻചാണ്ടി എന്നൊരു മനുഷ്യനാണോ നിൽക്കുമ്പോൾ. പക്ഷെ ചാണ്ടി ഉമ്മൻ തൻ്റെ സ്ഥാനം കണ്ടെത്തിയിട്ടുണ്ട്, പിന്നെ ഇടപെടുന്നുണ്ട്, പ്രവർത്തിക്കുന്നുണ്ട്. പക്ഷേ ആ പരിഗണന അദ്ദേഹത്തിന് പാർട്ടിയിൽ നിന്ന് ലഭിക്കുന്ന സംശയമാണ്. പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് സമയത്തായാലും പലപ്പോഴും നമ്മൾ കണ്ടിട്ടുണ്ട് പല സ്ഥാനങ്ങളും അദ്ദേഹം നഷ്ടപ്പെടുന്നു. ഉമ്മൻചാണ്ടി ഓർമ്മ ദിവസം തന്നെ ഒരു സ്ഥാനം നഷ്ടപ്പെട്ടൊക്കെ അദ്ദേഹം പറഞ്ഞ് അദ്ദേഹം പിന്നെ പാർട്ടിക്കെതിരെ ഇതുവരെ ചാണ്ടി ഉമ്മനൊന്നും പറഞ്ഞിട്ടില്ലെങ്കിലും തനിക്ക് പരിഭവങ്ങൾ അദ്ദേഹം തുറന്ന് പറയാറുണ്ട്. ചില പ്രശ്നങ്ങളുണ്ടെന്നൊക്കെ അദ്ദേഹം പറയാറുണ്ട്. അങ്ങനെ ഒരു ഈ ഇപ്പം പറഞ്ഞാൽ തന്നെ ഈ പിന്നെ 37,000 ഭൂരിപക്ഷം ലഭിച്ച ഉമ്മൻചാണ്ടികൾ ഭൂരിപക്ഷം ലഭിച്ചത് അതൊരു സാധാരണ അല്ലെങ്കിൽ ഒരു വികാരം ഉമ്മൻചാണ്ടി എന്ന വികാരം തന്നെയാണ് അന്ന് വോട്ടായി മാറിയത്. അപ്പോൾ അത് മാത്രമല്ല താൻ പ്രവർത്തിച്ചും അത് വരുന്നുണ്ട്. അദ്ദേഹം തന്റെ പ്രവർത്തന മികവും വോട്ടായി മാറുന്നത് തെളിയിക്കാൻ പറ്റിയ ഒരു തെരഞ്ഞെടുപ്പാണ് വരുന്നത്. നമുക്ക് ജയിക്കുന്ന അറിയാം. ജയിക്ക് കഴിഞ്ഞ 2 തെരഞ്ഞെടുപ്പിൽ വോട്ട് പിടിച്ചിരുന്നു. ഉമ്മൻചാണ്ടിയുടെ തെരഞ്ഞെടുപ്പിൽ നന്നായി വോട്ട് പിടിച്ചിരുന്നു. ഉമ്മൻചാണ്ടി 2 തവണ അദ്ദേഹത്തിന് വോട്ട് പിടിക്കാൻ വേണ്ടി പറ്റിയിരുന്നു. ജയിക്ക് സംസ്ഥാന കക്ഷത്തിൽ അറിയപ്പെടുന്ന യുവ നേതാവായിരുന്നു. SFIയുടെ നേതാവായിട്ട് പ്രസിഡന്റായിട്ട് വന്ന് അങ്ങനെ അറിയപ്പെടുന്ന നേതാവാണ്. മണ്ഡലത്തിലെ ആൾ തന്നെയാണ്. KM രാധാകൃഷ്ണനാണ് ഇപ്പോഴത്തെ പുതുപ്പള്ളിയിൽ ഇപ്പോൾ സ്ഥാനാർത്ഥി. KM രാധാകൃഷ്ണൻ തൊഴിലാളി നേതാവ് അല്ലെങ്കിൽ കർഷക സംഘടന നേതാവ് എന്ന നിലയിൽ അദ്ദേഹം പിന്നെ മണ്ഡലത്തിൽ പരിചിതനാണ്. പക്ഷേ എങ്കിലും പറഞ്ഞ ജയിക്കുന്നത് അത്രത്തോളം പരിചിതമാണോ എന്ന് ചോദിച്ചാൽ പാർട്ടിക്കാർക്കിടയിൽ അദ്ദേഹം എന്തായാലും പരിചിതനാണ്. പക്ഷെ ബാക്കി എത്രത്തോളം ഉണ്ടെന്ന് അറിയില്ല. ഈ പറഞ്ഞ വോട്ട് എത്രത്തോളത്തിന് പിടിക്കാമെന്ന് നമുക്കറിയില്ല. അങ്ങനെ ഒരു ഇതും കൂടെ വരുന്നുണ്ട്. BJP നമുക്കറിയാം കഴിഞ്ഞ പ്രാവശ്യം വോട്ട് കുറവായിരുന്നു. BJPക്കും വോട്ട് കുറഞ്ഞിരുന്നു ഉപതെരഞ്ഞെടുപ്പിൽ. പക്ഷേ ഇപ്പോഴത്തേക്ക് എത്തുമ്പം രവീന്ദ്രനാഥ് ഭാഗത്തുള്ള എത്രത്തോളം വോട്ട് പിടിക്കാനാവും നമുക്കറിയില്ല. പക്ഷേ ചാണ്ടി ഉമ്മനെ സംബന്ധിച്ചോളം ഈ മറ്റേ തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ ഒരു വലിയ നടക്കുന്നത് നമ്മൾ പറഞ്ഞാൽ തന്നെ പുതുപ്പള്ളിയിൽ 19-14 സീറ്റും പിടിച്ചിട്ടാണ് ഭരണം തിരിച്ചു പിടിക്കുന്നത്. പിന്നെ LDF-ന് ആകെയുള്ള പറഞ്ഞ കൂരപ്പടയിലാണ്. കൂരപ്പടയിൽ 19 സീറ്റിൽ 9 സീറ്റാണ് LDF വെച്ചത്. 7 UDF നേടി. മറ്റ് പഞ്ചായത്തുകളാണ് കൂടി നമുക്ക് നോക്കിയിട്ട് വരാം. അങ്ങനെ വരുമ്പം അകലക്കുന്നിൽ 15 വാർഡിൽ UDF-ന് 8ഉം LDF-ന് 7ഉമാണ്. മണർക്കാട്ടിൽ 19 വാർഡിൽ UDF 12ഉം UDF-നൊപ്പമാണ്. LDF-നൊപ്പമുള്ളത് 5 മാത്രമാണ്. പാമ്പാടി 21 വാർഡാണുള്ളത്. അതിൽ UDF 16 ഇടത്തും ജയിച്ചു. 5 ഇടത്ത് മാത്രമാണ് LDF ഉള്ളത്. വാകത്താനത്ത് 27 വാർഡാണ്. അവിടെ 14 ഇടത്ത് UDF ആണ് ജയിച്ചത്. 6 ഇടത്ത് മാത്രമാണ്
LDF നീക്കാൻ വേണ്ടി പറ്റിയത്. പിന്നെ വരുന്നത് നമുക്ക് അയർക്കുന്നതാണ്. അയർക്കുന്നതിൽ 21 വാർഡ് തന്നെ UDF 14 സീറ്റ് ഉണ്ട്. മീനടത്തതാണ് അവസ്ഥ. മീനടത്ത് 14 വാർഡിൽ UDF 12 വാർഡിലും UDF ആണ് ജയിച്ചിരിക്കുന്നത്. അതായത് മൃഗീയ ഭൂരിപക്ഷം എല്ലാ പഞ്ചായത്തുകളിലും UDF ജയിച്ചിടത്തെല്ലാം UDF കിട്ടാൻ വേണ്ടി പറ്റിയിട്ടുണ്ട്. ആ വോട്ടുകളെല്ലാം ഈ തദ്ദേശെടുപ്പിൻ്റെ വികാരം വെച്ച് വരുമ്പോൾ തന്നെ നിയമസഭയിലേക്ക് എത്തുമ്പോൾ അതും പ്രതിഫലിപ്പിക്കാൻ വേണ്ടി പറ്റും. അവിടെ ഈ വികാരം, കോൺഗ്രസിൻ്റെ വികാരവും ചാണ്ടി ഉമ്മൻ വികാരം കൂടെ വരുമ്പോഴേക്ക് ആ വോട്ട് കൂട്ടാനുള്ള സാധ്യത വരുന്നത്. അങ്ങനെ വരുമ്പം എനിക്ക് എന്തായാലും ഒരു 25K+ ഭൂരിപക്ഷത്തിലേക്ക് തന്നെ ചാണ്ടി ഉമ്മൻ എന്തായാലും നമുക്ക് ഉറപ്പിക്കുന്നത്. 37 കൂട്ടുമെന്നുള്ളത് അത് നമുക്ക് കണ്ടറിയുന്നുണ്ട്. പക്ഷേ എങ്കിലും ഒരു 25,000 വോട്ടിന് ഭൂരിപക്ഷം ചാണ്ടി ഉമ്മന് നമുക്ക് കൊടുക്കാൻ പറ്റുന്നതാണ് എനിക്ക് ഇപ്പം നിലവിലെ സാഹചര്യത്തിൽ എനിക്ക് തോന്നുന്നത്. ഇപ്പം ലജിൻ പറഞ്ഞ പോലെ ഒരു കാര്യമുണ്ട്. ചാണ്ടിയമ്മന് പാർട്ടിയിൽ നിന്ന് കിട്ടാതെ പോയൊരു പിന്തുണ എന്ന് പറയുന്നുണ്ട്. അതിനൊരു കാരണമായിട്ട് എനിക്ക് തോന്നുന്നു പലപ്പോഴും ഈ ഉമ്മൻചാണ്ടിയുടെ കുടുംബം ഈ പിണറായിക്ക് അനുകൂലമായിട്ട് അതായത് ഉമ്മൻചാണ്ടി ചികിത്സയായിട്ട് ബന്ധപ്പെട്ടിരുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ പിന്തുണ നൽകിയതും അതുപോലെ തന്നെ തുറന്നു പറഞ്ഞിരുന്നു. അതുപോലെ തന്നെ സോളാർ കേസിൽ CPM അല്ല പിണറായി വിജയൻ അല്ല ഇത് കൊണ്ടുവന്നതെന്നും അത് കോൺഗ്രസിനുള്ളിൽ നിന്ന് കൊണ്ടുവന്ന ആ കാര്യം ചാണ്ടിയമ്മൻ പരസ്യമായിട്ട് പൊതുവേദിയിൽ പറഞ്ഞു. അതാണ് ചാണ്ടിയമ്മനെതിരെ ഉണ്ടാകാനുള്ളൊരു കോൺഗ്രസിൽ നിന്നും UDFിലെ ചില നേതാക്കളിൽ നിന്നും ഉണ്ടാകാനുള്ള ഒരു വികാരത്തിന് കാരണം. പക്ഷെ ആ ഘട്ടങ്ങളൊക്കെ മാറി ഇപ്പം ചാണ്ടിയമ്മൻ തൻ്റെതായ ഒരു പാത മണ്ഡലത്തിൽ വെട്ടി തുറന്നിട്ടുണ്ട്. നമ്മൾ ഈ കഴിഞ്ഞ തവണ തദ്ദേശ തെരഞ്ഞെടുപ്പ് നോക്കട്ടെ, അദ്ദേഹം ഉമ്മൻചാണ്ടിക്ക് ശേഷം നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് ആയിക്കോട്ടെ, ഉപതെരഞ്ഞെടുപ്പ് ആയിക്കോട്ടെ, അദ്ദേഹം വീടുകൾ കയറി ഇറങ്ങി അംഗങ്ങളെ കാണുന്നുണ്ട്, ഓരോ കുടുംബങ്ങളെ കാണുന്നുണ്ട്. അദ്ദേഹം പല വീടുകളിൽ ചെന്നിട്ട് പ്രാർത്ഥന സഹായമൊക്കെയാണ് ചോദിക്കുന്നത്, പ്രാർത്ഥിക്കണമെന്നൊക്കെയാണ് പറയുന്നത്. പക്ഷെ ആളുകളുമായിട്ട് അദ്ദേഹത്തിന് കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്. അദ്ദേഹം എല്ലാ വീടുകളിലും കയറി ഇറങ്ങുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ നോക്കുമ്പോൾ ഒരു വേറെ കാര്യം എന്ന് വെച്ചാൽ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പോലും ആ മണ്ഡലത്തിലുള്ള എല്ലാ എടുത്തും അദ്ദേഹം ഓടിയിട്ടുണ്ട്. പക്ഷെ അവിടെ ഗ്രൗണ്ട് ലെവലിൽ വർക്ക് ചെയ്യുകയാണ്. അദ്ദേഹത്തിന് അറിയാം, അദ്ദേഹത്തിന് പാർട്ടി ഈ UDFിൽ നിന്ന് കിട്ടുന്ന ഒരു അവഗണന അദ്ദേഹത്തിന് വ്യക്തമായിട്ട് അറിയാം. അദ്ദേഹം ഇങ്ങനെ അറിയപ്പെടേണ്ട ഒരു നേതാവല്ല ഗ്രൗണ്ട് ലെവലിൽ. പക്ഷെ അദ്ദേഹം അത് കളി അറിഞ്ഞ് ഗ്രൗണ്ട് ലെവലിൽ തന്നെ വളരുകയാണ്. കാരണം വെച്ചാൽ അദ്ദേഹത്തിന് ഇവിടെ തൻ്റെ മണ്ഡലം, അച്ഛൻ്റെ ഒരു മണ്ഡലമുണ്ട് പുതുപ്പള്ളി, അവിടുന്ന് അദ്ദേഹത്തിന് വലിയൊരു അടിത്തറ നിലവിലുണ്ട്. ആ അടിത്തറയിൽ നിന്ന് തനിക്ക് വളരാൻ വേണ്ടിയിട്ട് പറ്റിയ സാഹചര്യം ഒരുക്കുകയാണ്. അപ്പം അതിൻ്റെ ഭാഗമായിട്ടാണ് അദ്ദേഹം അന്ന് മുതൽ അല്ലെങ്കിൽ ഉപതെരഞ്ഞെടുപ്പിന് ശേഷമായിട്ട് നടന്ന തദ്ദേശ തെരഞ്ഞെടുപ്പ് ആയിക്കോട്ടെ, ഇപ്പം നിലവിൽ നടക്കുന്ന തെരഞ്ഞെടുപ്പ് ആയിക്കോട്ടെ, അദ്ദേഹം അങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്. ഇപ്പം കഴിഞ്ഞ ദിവസം ഞാൻ കണ്ടു, ഇപ്പം അദ്ദേഹം സൈക്കിളിലൊക്കെയാണ് വീടുകളിൽ കയറി ഇറങ്ങുന്നത്. അതുപോലെ ഫ്ലെക്സുകളും ബാനറുകളൊന്നും വേണ്ട എന്ന് പറയുന്നുണ്ട്, മറ്റേ ഇത് കൂടെ ഒട്ടിക്കാന്ന് പറയുന്നുണ്ട്, പോസ്റ്ററുകൾ ഒട്ടിക്കാന്ന്. പക്ഷെ അതിനുവേണ്ടിയുള്ള മാറ്റിവെക്കുന്ന തുക വീട് സാധാരണക്കാർക്കും പാവപ്പെട്ടവർക്കും വീട് പണിയാൻ വേണ്ടിയിട്ട് മാറ്റിവെക്കും എന്ന അടക്കമുള്ള കാര്യങ്ങൾ വ്യത്യസ്തമാണ്. ഉമ്മൻചാണ്ടിയുടെ ഒരു ശൈലി അദ്ദേഹം പിടിക്കുകയാണ്. പക്ഷെ അപ്പോഴും നമ്മളൊരു നെഗറ്റീവായിട്ട് പറയേണ്ട കാര്യം എന്ന് വെച്ചാൽ അദ്ദേഹം പല വേദികളിലും ഉമ്മൻചാണ്ടിയുടെ കാര്യം പറഞ്ഞിട്ടാണ് അദ്ദേഹം ഒരു ഇത് കൂടെ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷെ ആ വികാരത്തിൽ നിന്ന് അദ്ദേഹം മാറേണ്ട സമയമായിട്ടുണ്ട്. കാരണം വെച്ചാൽ അദ്ദേഹം അദ്ദേഹം മാറണമെന്ന് പറയുമ്പോഴല്ലോ ഇപ്പൊ നമുക്ക് ഞാൻ ആദ്യം പറഞ്ഞു തെരഞ്ഞെടുപ്പ് എടുക്കുമ്പോഴേക്ക് ഉമ്മൻചാണ്ടിയുടെ കല്ലറയിലേക്ക് വീണ്ടും പിന്നെ ഒഴുക്ക് തുടങ്ങിയിട്ടുണ്ട്, നേതാക്കളുടെ ഒഴുക്ക് വരുന്നുണ്ട്. അവിടെ പോയി കണ്ടിട്ട് കഴിഞ്ഞ തലപ്പിലൊക്കെ നമുക്കറിയാം, ഈ നമ്മളിപ്പോൾ പറഞ്ഞ തന്നെ ഉമ്മൻചാണ്ടി അത് ഏത് ഗ്രൂപ്പ് ആയിക്കോട്ടെ ഉമ്മൻചാണ്ടിയുടെ ഒരു ഫ്ലക്സ് വെക്കാത്തത് പിന്നെ MLA വരുന്നത് അവസ്ഥ ഉണ്ടാവാറില്ല. ഇപ്പോഴും ആ ഉമ്മൻചാണ്ടിയുടെ വികാരം അണികൾക്കിടയിലുണ്ട്, അല്ലെങ്കിൽ പ്രവർത്തകർക്കിടയിലുണ്ട്. അപ്പോൾ അതിന് മുതലാക്കാൻ വേണ്ടി തന്നെ ഇപ്പം ഏത് സീറ്റ് ലഭിച്ചു, പിന്നെ അധികം സീറ്റ് മോശമായിരുന്നാലും ഇപ്പം സ്ഥാനാർത്ഥി ആയിരുന്നാലും ശരി, അവിടെ എത്തിയിട്ട് കല്ലറയിൽ പോയിട്ട് മെഴുകുതിരി കത്തിച്ച് പ്രാർത്ഥിക്കുന്ന രീതി അവർ വീഡിയോ എടുക്കും, അത് പ്രചരിപ്പിക്കും. അത് അവരുടെ ആദ്യത്തെ തെരഞ്ഞെടുപ്പ് റീൽ അത് തന്നെയായിരിക്കും. അങ്ങനെ കൊണ്ടുവരുന്നുണ്ട്. അങ്ങനെ നാട് മൊത്തം ചെയ്യുമ്പോൾ മോൻ എന്തായാലും അത് പറഞ്ഞു തുടങ്ങില്ല എനിക്ക് തോന്നുന്നില്ല. അതെന്തായാലും ആ വികാരം അത് അവർ കത്തിക്കും, അത് എക്കാലത്തും അത് കത്തിക്കാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ നമ്മളിപ്പോൾ ഇവിടെ ചാണ്ടിയമ്മനായിരുന്നു നോക്കി, ചാണ്ടിയമ്മനാൾ ഒരു മധ്യകേരളത്തിൽ നിന്ന് UDFിന് വളർത്തിക്കൊണ്ടുവരാൻ പറ്റുന്ന അല്ലെങ്കിൽ വളരാൻ പറ്റുന്ന ഏറ്റവും മികച്ച നേതാവായിരുന്നു ചാണ്ടിയമ്മനാണ്. ചാണ്ടിയമ്മന് കിട്ടുന്ന പോലെ ഒരു മണ്ഡലത്തിൽ നിന്ന് കിട്ടുന്ന സപ്പോർട്ട് അത്രത്തോളം ഉണ്ട്. അത്രത്തോളം ഒരു സപ്പോർട്ട് മധ്യകേരളത്തിലെ ഒരു യുവനേതാവിന് LDFിലാണെങ്കിലോ അല്ലെങ്കിൽ മറ്റേ UDFിലാണോ കിട്ടുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് കിട്ടുന്നുണ്ട് ചാണ്ടിയമ്മന് മാത്രമാണ് കിട്ടുന്നത്. ആ ചാണ്ടിയമ്മന് ഇനിയുള്ള ഒരു രാഷ്ട്രീയ പാതയിൽ ഇപ്പം നിലവിലത്തെ എങ്ങനെയാണ് അദ്ദേഹം ഇപ്പം പ്രവർത്തിക്കുന്നത്, ഇപ്പം ജനങ്ങൾക്കൊപ്പമാണ് ചാണ്ടിയമ്മനുള്ളത്. അദ്ദേഹത്തിന് അതേ ഒരു പാത പിന്തുടരേണ്ട ആവശ്യമാണുള്ളത്. കാരണം ഉമ്മൻചാണ്ടി നമ്മൾ പറയുന്നുണ്ട് എപ്പോഴും ഉമ്മൻചാണ്ടി ആൾക്കൂട്ടത്തിനിടയിലായിരുന്നു, പ്രവർത്തകർക്കിടയിലായിരുന്നു എന്നുള്ളത്. അതേ ഒരു പാത തന്നെയാണ് ചാണ്ടിയമ്മനിലൂടെ സ്വീകരിക്കുന്നത്. അദ്ദേഹം അങ്ങനെ അതാണ് അദ്ദേഹത്തിന്റെ ശൈലിക്ക് അദ്ദേഹത്തിന് അങ്ങോട്ട് മുമ്പോട്ട് പോകാം. പക്ഷെ അദ്ദേഹത്തിന് നമുക്കിവിടെ ഈ ഇത്തവണ ഇപ്പം ലിജിൻ പറഞ്ഞ പോലെ തന്നെ എത്രത്തോളം ഭൂരിപക്ഷം വർദ്ധിപ്പിക്കും എന്നുള്ളതാണ്. എനിക്ക് എൻ്റെ അഭിപ്രായത്തിൽ കഴിഞ്ഞ തവണത്തെ
റെക്കോർഡ് അടക്കം അദ്ദേഹം ഇത്തവണ പൊട്ടിക്കുമെന്നുള്ളതാണ്. വലിയൊരു ഭൂരിപക്ഷത്തിലായിരിക്കും അദ്ദേഹത്തിന് ജയിക്കാൻ സാധിക്കും. കാരണം തദ്ദേശ തെരഞ്ഞെടുപ്പിലെ ഒരു മത്സരഫലമുണ്ട്, ആ ഒരു കാര്യമുണ്ട്. പിന്നെ നമ്മൾ നോക്കുമ്പോൾ കേരള കോൺഗ്രസ് ജോസ് കെ മാണി വിവാദത്തിന്റെ കാര്യമൊക്കെ പറയുന്നുണ്ട്. പക്ഷെ ഈ ചാണ്ടി ഉമ്മന്റെ കാര്യത്തിലോട്ടാണെങ്കിലും അല്ലെങ്കിൽ ഉമ്മൻചാണ്ടിയുടെ കാര്യത്തിലോട്ടൊക്കെ നമ്മൾ വരുമ്പോഴത്തേക്കും അവിടെ ഈ ഉമ്മൻചാണ്ടി ഫാക്ടർ അവിടെ വർക്കൗട്ട് ആവും. ഉണ്ടാവില്ല. അവിടെ ഈ ചാണ്ടി ഉമ്മന് കിട്ടേണ്ട വോട്ടുകൾ കിട്ടും. പ്രത്യേകിച്ച് ഈ അയർക്കുന്നം പോലുള്ള മണ്ഡലങ്ങളൊക്കെ നമ്മൾ ഈ ഉപതെരഞ്ഞെടുപ്പ് നടന്നല്ലോ, ഈ ഉപതെരഞ്ഞെടുപ്പ് അതിനു മുമ്പ് ആ സമയത്താണ് തദ്ദേശ തെരഞ്ഞെടുപ്പ്. ആ സമയത്ത് പോലും അയർക്കുന്നത്തൊക്കെ അടക്കം ചാണ്ടി ഉമ്മനോടൊപ്പം നിൽക്കാൻ പലയിടത്തും സഹായിച്ചിട്ടുണ്ട്. ചാണ്ടി ഉമ്മൻ അവിടെയൊക്കെ വോട്ട് പിടിക്കാൻ പറ്റിയിട്ടുണ്ട്. കാരണം ആ ഒരു ബേസ് ഉമ്മൻചാണ്ടി ഉണ്ടാക്കിയ ഒരു ബേസ് ഉണ്ട് അവിടെ, ആ പുതുപ്പള്ളിയിൽ ഉണ്ടാക്കിയ ബേസ്. ആ ബേസ് എത്രത്തോളം തനിക്ക് വലുതാക്കാൻ പറ്റുമെന്നാണ് ഇപ്പൊ ചാണ്ടി ഉമ്മൻ നോക്കുന്നത്. കഴിഞ്ഞ തവണ നമ്മൾ ജയിക്ക് എന്ന് പറയുന്ന ഒരു യുവ നേതാവ് എതിരാളിയായിട്ടുണ്ടായിരുന്നു. പക്ഷെ ജയിക്ക് മോശം കാൻഡിഡേറ്റ് ആണെന്ന് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല. ഉമ്മൻചാണ്ടി പോലും അദ്ദേഹത്തെ തള്ളി പറയുകയും ചെയ്തിട്ടില്ല. ഉമ്മൻചാണ്ടിക്ക് പോലും പല ഘട്ടങ്ങളിൽ ഒരു സമ്മർദ്ദം ഉണ്ടാക്കിയ ഒരു സ്ഥാനാർത്ഥി ജയിക്ക്. ഇപ്പൊ ജയിക്ക് ഇത്തവണ മത്സരരംഗത്തില്ല. ഇപ്പൊ ഇത്തവണ ഒരു ഫ്രീ ആയിട്ട് എനിക്കൊരു ഫ്രീ ആയിട്ടാണ് ഇത്തവണ ചാണ്ടി ഉമ്മ മത്സരത്തേക്ക് തെരഞ്ഞെടുപ്പിൽ സംശയമൊന്നുമില്ല. ഈ പറഞ്ഞ ജയം നമുക്ക് ഭൂരിപക്ഷം നമ്മൾ പറഞ്ഞത്. പക്ഷേ ജിബിനടക്ക് പറഞ്ഞൊരു വാക്കുണ്ട്, മധ്യകേരളത്തിൽ നിന്ന് വളർത്തിക്കൊണ്ടുവരാൻ പറ്റിയ ഒരു വലിയൊരു നേതാവായിട്ട് വരുന്ന സാധനം. ഇപ്പൊ അതിന് മുന്നേ നമ്മൾ പറഞ്ഞല്ലോ ചാണ്ടി ഉമ്മനെ അർഹിച്ച പിന്തുണ ലഭിക്കുന്നില്ല എന്ന്. എനിക്കൊരു തോന്നുന്ന ഘടകം ഇതാണ്. ഇദ്ദേഹം വളർന്നു വരുന്നൊരു വലിയ നേതാവായിട്ട് വളരാൻ വേണ്ടി പ്രാപ്തിയുള്ള നേതാവാണ്. അദ്ദേഹം വളർന്നു വന്നാൽ ഉമ്മൻചാണ്ടി പോലൊരു നേതാവായി വരുമോ അല്ലെങ്കിൽ പിന്തുണ ലഭിക്കും. നമ്മളീ പറഞ്ഞ എല്ലാ നേതാക്കളും കല്ലറയിൽ പോയിട്ട് മെഴുകുതിരി കത്തിച്ചിട്ട് വരുവാണ്, അവിടെ അകത്തേക്ക് അങ്ങനെ ഒഴുകുവാണ്. അപ്പം അവിടെ തന്നെ ഉമ്മൻചാണ്ടിയുടെ മകൻ തന്നെ ഒരു നേതാവ്, ശക്തമായ ഒരു നേതാവായി വന്നാൽ ബാക്കി കുറേ നേതാക്കൾക്ക് തിരിച്ചടിയാവും. അതിൻ്റെ ഒരു പ്രശ്നമാണ്. ഈ പറഞ്ഞ പോലെ ഈ തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ എന്തായാലും ചാണ്ടി ഉമ്മനും CBI സോളർ കേസ് CBI റിപ്പോർട്ട് പുറത്തുള്ളതെന്നൊക്കെ പറയുന്നുണ്ട്. അതിന് മുമ്പ് പറയുമ്പോൾ തന്നെ അവരൊക്കെ പറയുന്നുണ്ട് CPM അല്ല ഈ ഉമ്മൻചാണ്ടി വികാരം. ഉമ്മൻചാണ്ടി മരിച്ച ശേഷം ഏറ്റവും കൂടുതൽ ഈ കോൺഗ്രസ്സുകാർ അല്ലെങ്കിൽ UDF പറഞ്ഞത് ഉമ്മൻചാണ്ടിയെ വേട്ടാടിയ പോലെ ആരെങ്കിലും വേട്ടാടിയിട്ടുണ്ടോ, ഉമ്മൻചാണ്ടിയെ കുറിച്ച് നിങ്ങൾ എന്തൊക്കെ പറഞ്ഞു, ഉമ്മൻചാണ്ടി നിങ്ങൾ ക്രൂസിലെ ആ രീതിയിലായിരുന്നു ശേഷം മൊത്തം പോയത്. പക്ഷെ ആ സമയത്താണ് ഈ പറഞ്ഞ പോലെ 1-2 പ്രതികരണം വന്നത് ഉമ്മൻചാണ്ടി ഏറ്റവും കൂടുതൽ വേട്ടയുടെ CPM അല്ല, മുഖ്യമന്ത്രി പിണറായി അല്ലെങ്കിൽ അന്നത്തെ പാർട്ടി സെക്രട്ടറി പിണറായി വിജയൻ അല്ല, അത് പാർട്ടിക്കുള്ളിൽ തന്നെയാണ്. നമുക്ക് വ്യക്തമായി പറഞ്ഞ് എണ്ണി പറയാൻ പറ്റും ആരൊക്കെയാണ് പറയുന്നത്. ഓരോ പ്രസംഗം അന്നത്തെ KPC MLA മാർ, ഉമ്മൻചാണ്ടി മന്ത്രിസഭയിലാണ് MLA മാർ, മന്ത്രിമാർ അല്ലെങ്കിൽ കോൺഗ്രസ് നേതാക്കൾ, ഇപ്പം വലിയ പദവിയിലിരിക്കുന്ന കോൺഗ്രസിന്റെ നേതാക്കളൊക്കെ അന്ന് പറഞ്ഞ എന്താണ് തീവെട്ടിക്കുള്ള നടത്തുന്നത് പറഞ്ഞൊരു നേതാക്കളുണ്ട്. ഉമ്മൻചാണ്ടിയുടെ രീതി ശരിയല്ല എന്ന് പറഞ്ഞ നേതാക്കളുണ്ട്. അന്ന് ഏറ്റവും കൂടുതൽ വിമർശിച്ചവരുണ്ട്. സോളാർ കേസ് കൊണ്ടുവന്നത് കോൺഗ്രസിന്റെ ഒരു വിഭാഗം തന്നെയാണ്. അതിന് പുറമെ ഉമ്മൻചാണ്ടി അന്ന് ഏറ്റവും കൂടുതൽ വേട്ടാടി അല്ലെങ്കിൽ വടി വെട്ടിക്കൊടുത്തതും ആ വടി വെച്ച് അടിച്ചതും എല്ലാം കോൺഗ്രസ്സുകാരാണെന്ന് എല്ലാവർക്കും അറിയാം. ആ രീതിയിലേക്ക് പറയുമ്പം അത് പറ്റുപതർക്കുമ്പോഴും ഇപ്പോഴത്തെ പല നേതാക്കൾക്കുമ്പോഴും അതിൻ്റെ പ്രശ്നമാണ് ഈ കാണുന്ന സാധനങ്ങളൊക്കെ വരുന്നത്. അതുകൊണ്ടാണ് ചാണ്ടി ഉമ്മനെ ഈ വരിക്ക് വന്ന് അല്ലെങ്കിൽ വീണ്ടും ചാണ്ടി ഉമ്മൻ ഇങ്ങനെ കയറി വന്നില്ല. പഴയ 2 ഗ്രൂപ്പുകൾ വീണ്ടും ഇപ്പം എന്തായാലും ഉമ്മൻചാണ്ടി ചെന്നിത്തല അവസാന ഘട്ടത്തിൽ ഏകദേശം ഒരുപോലെ തന്നെ ഒരുമിച്ചായിരുന്നു, ഒരു ഗ്രൂപ്പായിരുന്നു, അവർ ഒരുമിച്ചായിരുന്നു എന്ന് പറയാൻ വേണ്ടി പറ്റും. അങ്ങനെ ഒരു നേതാവ് വന്നാൽ വീണ്ടും നമുക്ക് ഇപ്പം തന്നെ ഒരു 5-6 ഗ്രൂപ്പുകൾ മുഖ്യമന്ത്രി ചെയ്യാൻ വേണ്ടി നടക്കുന്നുണ്ട്. ഗ്രൂപ്പായിട്ടും ഒറ്റതിരിഞ്ഞൊക്കെ നടക്കുന്നുണ്ട്. അവർക്കിടയിലേക്ക് ഒരു നേതാവ് കൂടി വീണ്ടും വരുമ്പോൾ എന്നുള്ളതുകൊണ്ടാണ് എനിക്കൊന്നും അങ്ങനെ ഒതുക്കാനുള്ള പരിപാടിയാണെന്നൊക്കെ തോന്നിയത് ഈ മണ്ഡലത്തിൽ തന്നെ. പക്ഷേ ചാണ്ടി ഉമ്മൻ തന്റെ രീതിയിൽ സൈക്കിളെ ഓടി പ്രചരണം നടത്തുന്നുണ്ട്. ഇന്നലെ ഇപ്പോൾ KC വേണുഗോപാൽ മണ്ഡലത്തിൽ പറഞ്ഞത് അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അടുത്ത സഭയിൽ സ്പീക്കറുടെ വലതുവശത്തായിരിക്കും ചാണ്ടി ഉമ്മൻ സാർ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഭരണം പിടിക്കുന്ന ഉറപ്പിൽ ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പം KC വേണുഗോപാൽ ഉൾപ്പെടെയുള്ള നേതാക്കളെല്ലാം തെരഞ്ഞെടുപ്പ് ഘട്ടത്തിലെല്ലാം നല്ല പിന്തുണ കൊടുക്കുന്നുണ്ട്. ചാണ്ടി ഉമ്മന് കൊടുക്കുന്ന ഒരു മണ്ഡലത്തിൽ ഈ പറഞ്ഞ പുതുപ്പള്ളിക്ക് വേണ്ടി മാത്രം കൊടുക്കുന്നതല്ല, ഉമ്മൻചാണ്ടി എന്നുള്ള വികാരം ചാണ്ടി ഉമ്മനിലിരുന്ന് മറിയ ഉമ്മൻ്റെ സ്ഥാനാർത്ഥിയാവുന്നതൊക്കെ പ്രചരണം നമ്മൾ കണ്ടിരുന്നല്ലോ. ഇപ്പം ചാണ്ടി ഉമ്മൻ്റെ സഹോദരി പ്രചരണത്തിന് എത്തുന്നുണ്ട്. ഒരുവിധം പിന്നെ അടുത്ത് ഈ പറഞ്ഞ ചങ്ങനാശ്ശേരി സൈഡിലൊക്കെ മണ്ഡലങ്ങളൊക്കെ എത്തുന്നുണ്ട്. സ്ഥാനാർത്ഥികൾ കൂടി സംസാരിക്കുന്നുണ്ട്. ഈ അച്ഛൻ്റെ കേസും പറഞ്ഞിട്ട് തന്നെ അവർ സംസാരിച്ച് വരുന്നുണ്ട്. വികാരം അവരും കത്തിക്കാൻ നോക്കുന്നുണ്ട്. ആ വികാരം കത്തിക്കുന്നത് കോൺഗ്രസിന്റെ ഒരു തെരഞ്ഞെടുപ്പ് ആയുധം തന്നെയാണ്. അവർ കത്തിക്കും, അത് ആ രീതിയിൽ കൊണ്ടുപോകും. പക്ഷേ ചാണ്ടി ഉമ്മൻ എത്രത്തോളം ഇവർ വളരാൻ വിടും എന്ന കാര്യത്തിൽ ഒരു സംശയം അവിടെ നിൽക്കുന്നുണ്ടെങ്കിൽ തന്നെ പുതുപ്പള്ളിയിൽ ചാണ്ടി ഉമ്മൻ യാതൊരു സംശയമില്ല. അത് അദ്ദേഹം ഉറപ്പിച്ചിട്ട് മണ്ഡലം ഈ തെരഞ്ഞെടുപ്പിലേക്കും അടുത്ത തെരഞ്ഞെടുപ്പിൽ നമുക്ക് പറയാൻ വേണ്ടി പറ്റില്ല. ഇപ്പം നമ്മൾ ഇതുപോലെ തന്നെ പറയേണ്ട കാര്യം ഈ BJP സ്ഥാനാർത്ഥിയുടെ രവീന്ദ്ര വാഗ്ദാനം. പക്ഷെ അത് ഈ തവണ BJPക്ക് ഒരു കാര്യമുണ്ട്. നമ്മൾ 2023 തെരഞ്ഞെടുപ്പിലോട്ട് വരുമ്പോൾ അന്നത്തെ സ്ഥാനാർത്ഥിയായിട്ടുണ്ടായിരുന്ന എൻഹരി നേടിയ വോട്ടെന്ന് പറയുമ്പോൾ വളരെ ചെറിയൊരു ശതമാനം വോട്ടാണ് അദ്ദേഹം നേടിയ. ഏറെക്കുറെ എനിക്ക് തോന്നുന്നത് 6000 ഹരിയല്ല കേട്ടോ, ഹരി 11,000 പിടിച്ചു. മറ്റേ 2023 വോട്ട് നേടി. പക്ഷേ ഈ തവണ BJPക്ക് അവിടെ ഒരു വലിയ ഫാക്ടർ ഇല്ല. നമ്മൾ കഴിഞ്ഞിടയ്ക്ക് ഒരു രസകരമായ ഒരു വീഡിയോ വന്നിട്ടുണ്ടായിരുന്നു. BJP പ്രതിഷേധമായിട്ട് ചാണ്ടി ഉമ്മന്റെ വസതിയിലേക്ക് വരുന്നുണ്ട്, ഓഫീസാന്ന് തോന്നുന്നു, അങ്ങോട്ട് വരുന്നത്. പക്ഷെ അദ്ദേഹം അങ്ങോട്ട് ഇറങ്ങി ചെല്ലുകയാണ്. അങ്ങോട്ട് ഇറങ്ങി ചെല്ലുമ്പം ഈ പ്രതിഷേധിക്കാൻ വന്നത് സംസാരിക്കുന്നുണ്ട്. അദ്ദേഹം അതാണ് അവിടുത്തെ അദ്ദേഹത്തിന്റെ കണക്ഷൻ എന്ന് പറയുന്നത്. അവിടെ ഈ കൂകി വിളിക്കുന്ന പ്രശ്നമൊക്കെ ഉണ്ടായത്. പ്രവർത്തകർ വന്നത് നേതാക്കളായിട്ടുള്ള കൈയും കൊടുത്തിട്ട്
പോയിട്ട് അങ്ങ് പോലീസിനോട് വരണ്ട പറഞ്ഞാലും മറ്റേ തോളിൽ കൈവിട്ടിട്ടാണ് ചാണ്ടി ഉമ്മൻ പോകുന്നത്. അതുപോലെ തന്നെയാണ് അവിടുത്തെ ഒരു ഏറെക്കുറെ ഒരു LDF അല്ലെങ്കിൽ CPM നേതൃത്വമായിട്ടും അദ്ദേഹത്തിന് അത്യാവശ്യം ബന്ധം സൂക്ഷിക്കുന്നുണ്ട്. നമ്മൾ കഴിഞ്ഞിടയ്ക്ക് അവിടെ ഒരു സാരി വിതരണമായിട്ട് ബന്ധപ്പെട്ട് ചാണ്ടി ഉമ്മന്റെ എന്തൊരു ഫംഗ്ഷനായിട്ട് ബന്ധം സാരി വിതരണമായിട്ട് പരിപാടി ഉണ്ടായിരുന്നു. അതിൻ്റെ അകത്ത് കോടികളുടെ അഴിമതി ഉണ്ടെന്നും കുറച്ച് സാരി വിതരണം ചെയ്താൽ എനിക്ക് തൊഴിലുറപ്പ് സ്ത്രീകൾക്ക്, ആശാവർക്കർക്ക്, അങ്കണവാടി ജീവനക്കാർക്ക് അങ്ങനെയൊക്കെയുള്ളവർക്കാണ് സാരി വിതരണം നടത്തിയത്. അതുമായി ബന്ധപ്പെട്ടൊരു CPM ഒരു ചെറിയൊരു എതിർപ്പുണ്ടായി. പക്ഷെ അതൊന്നും കത്തിക്കാൻ CPM പോലും അവിടെ സാധിച്ചില്ല എന്നുള്ളതാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ അത് ഏറ്റുപിടിക്കാൻ ആരും ഉണ്ടായില്ല എന്നുള്ളതാണ്. കാരണം വെച്ചാൽ അതൊരു ഈ ചാണ്ടി ഉമ്മന്റെ ഒരു ജനകീയ അടിത്തറ നമ്മളിപ്പം പറഞ്ഞ കാര്യമുണ്ട്. അദ്ദേഹം അത് നന്നായിട്ട് വളർത്തുന്നുണ്ട്. ആ വളർന്നു വരുന്ന അടിത്തറയിൽ അദ്ദേഹത്തിനോട് നിലവിൽ ഇപ്പം അവിടെ ഒരു ഫൈറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥാനാർത്ഥിയോ അല്ലെങ്കിൽ ഒരു നേതാവോ ഇപ്പൊ LDF-ലും ഇല്ല, BJP-ലും ഇല്ല. നമുക്ക് ജയിക്ക് ഉണ്ടായിരുന്നെങ്കിൽ മികച്ചൊരു സ്ഥാനാർത്ഥിയായിരുന്നു. ജയിക്ക് പോരാട്ടം നടത്തുമായിരുന്നു. കാരണം വെച്ചാൽ ഇപ്പൊ തുടർച്ചയായി 3 തവണ പരാജയപ്പെട്ടത് കൊണ്ടാകാം എന്ന് തോന്നുന്നു ജയിക്കിനെ ഇതൊരു മണ്ഡലത്തിൽ വീണ്ടും വീണ്ടും തോൽക്കാൻ ഒരു യുവ നേതാവിനെ ഇടുന്നത് അത്ര നല്ലതായിട്ടും തോന്നുന്നില്ല. അത് നല്ലതാണ് അദ്ദേഹത്തിന് സീറ്റ് വീണ്ടും പുതുപ്പള്ളി തന്നെ കൊടുക്കാത്തത്. കാരണം പുതുപ്പള്ളി ഇപ്പൊ ഈ നമ്മൾ പറഞ്ഞ ചാണ്ടി ഉമ്മൻ ഇത്രയും ഒരു ഷുവർ സീറ്റായിട്ട് കിടക്കുന്ന സമയത്ത് വീണ്ടും ജയിക്കിനെ വീണ്ടും പരാജയപ്പെടുന്ന സീറ്റിൽ കൊടുക്കുന്നത് ശരിയല്ല. അതിപ്പോൾ എനിക്കൊന്ന് മറ്റു മണ്ഡലങ്ങളോ അല്ലെങ്കിൽ രാജ്യസഭ പോലുള്ള പിന്നെ നേട്ടങ്ങളോ അദ്ദേഹം തേടിയെത്തേണ്ടതുണ്ട്. ഏതൊക്കെയാലും നമുക്ക് ഇത്തവണ ഒരു സസ്പെൻസ് എന്ന് പറഞ്ഞാൽ ചാണ്ടി ഉമ്മൻ എത്ര ഭൂരിപക്ഷത്തിൽ ജയിക്കുമെന്നുള്ളതാണ്, എത്ര വോട്ട് പിടിക്കുമെന്നുള്ളതാണ്. ഉയർത്തുമോ എന്ന് മാത്രമാണ് അത് നമുക്ക് തെരഞ്ഞെടുപ്പ് ഫലം വരുമ്പം അറിയാം. അതുവരെ നമുക്ക് ആ സസ്പെൻസ് തുടരട്ടെ എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം.